നമസ്കാരം. 1997 ജൂൺ മാസം 1-ാം തീയതി ബ്രസീലിന് വേണ്ടി ഫ്രാൻസിനെതിരെ റോബർട്ടോ കാർലോസ് എടുത്ത ഫ്രീ കിക്ക് ഗോൾ ഒരു ലോകാത്ഭുതമായി ഇന്നും തുടരുന്നു. നമുക്കതിന്റെ വീഡിയോ ഒന്ന് കാണാം. നോക്കൂ, കിക്ക് എടുത്ത അവസരത്തിൽ ലോകം മുഴുവൻ തലയിൽ കൈവച്ചു. കാരണം പന്ത് പറന്നത് ഗാലറിയിലേക്കാണ്. എന്നാൽ അവസാന നിമിഷം ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ പന്ത് കറങ്ങി തിരിഞ്ഞ് ഗോൾ പോസ്റ്റിൽ അടിച്ച് ഗോളാവുകയാണ് ഉണ്ടായത്. ആ ഗോൾ എന്നെന്നും ഫുട്ബോൾ ചരിത്രത്തിൽ നിലനിൽക്കും. അതുപോലെ ഒരു ഗോളാണ് കഴിഞ്ഞ മാസം 15-ാം തീയതി മുനമ്പം സന്ദർശിച്ച കേന്ദ്രമന്ത്രി റിജിജുവും അടിച്ചത്. ആ പന്ത് ഇവിടുത്തെ മാപ്രകളുടെയും മറ്റും കണ്ണിൽ പുറത്തേക്കാണ് പറന്നത്. എന്നാൽ അത് അവസാന നിമിഷം കറങ്ങിത്തിരിഞ്ഞ് അതിമനോഹരമായി ഒരു ഗോളായി മുനമ്പത്തിന്റെ പ്രതീക്ഷയായി ഇന്ന് ആ ഗോൾ പോസ്റ്റിൽ ഉറങ്ങുകയാണ്. എന്നാൽ അദ്ദേഹം മടങ്ങിയതിനു ശേഷം ഇവിടെയുള്ള മാപ്രകളും കോൺഗ്രസും മുസ്ലിം ലീഗും LDF-ഉം കൂടാതെ മുനമ്പംകാരുടെ സഭാ നേതൃത്വവും അവരുടെ പാതിരിയും അതുപോലെ തന്നെ അവരുടെ ഭൂസംരക്ഷണ സമിതി നേതാക്കളും ഒക്കെ അവകാശപ്പെട്ടത് റിജിജു വന്നതുകൊണ്ട് ഒരു ഫലവും കിട്ടിയില്ല. ഞങ്ങളേറെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അദ്ദേഹം ഒരു ഡെഡ് ലൈൻ തന്നില്ല. അതുകൊണ്ട് തന്നെ മുനമ്പംകാർക്ക് ഈ പുതിയതായി വന്ന വഖഫ് ഭേദഗതി നിയമം കൊണ്ട് യാതൊരുവിധ പരിഹാരവും ലഭിക്കുന്നതല്ല എന്നും അവർ വിളംബരം ചെയ്തു. എന്നാൽ ആ ഗോൾ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് തുറന്ന് കാണണം. രാഷ്ട്രീയ തിമിരം പിടിക്കാത്ത കണ്ണോടുകൂടിയായിരിക്കണം അതിലേക്ക് നോക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ആ സുന്ദര ഗോൾ കാണാൻ കഴിയുള്ളൂ. ഫെബ്രുവരി മാസം 14-ാം തീയതി വൈകിട്ടാണ് കേന്ദ്ര സർക്കാർ JPC-യുടെ അന്തിമ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടത്. പിറ്റേ ദിവസം തന്നെ അത് പഠിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു, അതിലെ പുതിയതായി ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന സെക്ഷൻ 2A പ്രകാരം മുനമ്പത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടും. പിറ്റേ ദിവസം തന്നെ ഞാനൊരു വീഡിയോ അതിനെക്കുറിച്ചിട്ട് ചെയ്യുകയുണ്ടായി. തുടർന്ന് ഫെബ്രുവരി മാസം 23-ാം തീയതി ജനൻ TV-യിൽ അനിൽ നമ്പ്യാരുമായി മറുപടി എന്ന അരമണിക്കൂർ പ്രോഗ്രാമിൽ വീണ്ടും ഞാൻ അക്കാര്യം വിളിച്ചു പറഞ്ഞു. അതേ കാര്യം തന്നെ മാർച്ച് മാസം 1-ാം തീയതി കത്തോലിക്ക കോൺഗ്രസിന്റെ ദിനപത്രത്തിൽ എന്റെയും ഫാദർ ജോഷി മയ്യാറ്റിലിന്റെയും പേരിൽ ഒരു ആർട്ടിക്കിളായി വന്നു. അതേപോലെ തന്നെ തൊട്ടടുത്ത ദിവസം മാർച്ച് മാസം 4-ാം തീയതി ദീപിക ദിനപത്രത്തിലും അത് വരികയുണ്ടായി. ഉടൻ തന്നെ മുനമ്പത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലും വഖഫ് ട്രൈബ്യൂണലിലും ഒക്കെ ഹാജരാകുന്ന സീനിയർ അഭിഭാഷകനായ ജോർജ് പൂന്തോട്ടം മാതൃഭൂമി ദിനപത്രത്തിൽ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതായത് ഈ പുതിയ സെക്ഷൻ 2A പ്രകാരം മുനമ്പത്തിന് യാതൊരു വിധത്തിലും ഉള്ള പരിഹാരം സിദ്ധിക്കുന്നതല്ല. നിങ്ങൾ നോക്കണം, എന്നെപ്പോലെയുള്ളവർ അതിൻ്റെ ആധികാരികത കണ്ടുപിടിച്ചതിന് ശേഷം ജനങ്ങളോട് പറയുമ്പോൾ ഈ മുനമ്പത്തെ രക്ഷിക്കാൻ ബാധ്യസ്ഥനായ ഒരു സീനിയർ അഭിഭാഷകൻ പറയുന്നു ഇതുകൊണ്ട് അവർക്ക് യാതൊരു ഉപയോഗവും ഇല്ല. എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം, അഥവാ ഈ പുതിയ നിയമപ്രകാരം മുനമ്പം ജനതയ്ക്ക് പരിഹാരം ലഭിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് ഈ കോട്ട് ഊരി വച്ചിട്ട് ഈ പണി നിർത്തുമോ എന്നുള്ളതാണ്. തുടർന്ന് ഞാൻ മുനമ്പത്തെ ജനങ്ങളെ ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവരദോഷിയായ അവരുടെ ഭൂസംരക്ഷണ സമിതി നേതാവ് ശ്രീ ജോസഫ് ബെന്നി എനിക്കെതിരെ ആക്രമണവുമായി മുന്നോട്ട് വന്നു. സെക്ഷൻ 2-ൽ ഞങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങളോട് ഈ തിരുവനന്തപുരത്തുള്ള ഒരു സ്റ്റാലിൻ സാറാണ് എല്ലാം അറിഞ്ഞു പഠിച്ചു വെച്ചത്. പക്ഷെ അദ്ദേഹത്തിനോട് ഞങ്ങൾ പലവട്ടം പറഞ്ഞിരുന്നു, ഇതിനകത്ത് ഇത് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ ഇത് മാത്രം വഴിയുള്ളൂ, ഈ 2 സെക്ഷനിൽ ഇത് പരിഹരിക്കപ്പെടും എന്ന് ഇന്ന് രാവിലെ കൂടി അദ്ദേഹം ഞങ്ങളോട് പറയുകയുണ്ടായി. ഇവരെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന് ഞങ്ങൾക്കിപ്പോൾ വ്യക്തമായ സംശയമാണ്. അതിനെ തുടർന്ന് മുനമ്പംകാരുടെ തന്നെ കോട്ടപ്പുറം രൂപതയുടെ ബിഷപ്പ് ബഹുമാനപ്പെട്ട ആംബ്രോസ് പുത്തൻ വീട്ടിൽ പറഞ്ഞത് ഈ പുതിയ നിയമ ഭേദഗതി കൊണ്ട് മുനമ്പം ജനതയ്ക്ക് ഒരു ഉപയോഗവും ഉണ്ടാകില്ല എന്നാണ്. അദ്ദേഹം കൂടാതെ പറഞ്ഞു, ഇതൊക്കെ പഠിക്കേണ്ട വിഷയങ്ങളാണ്. മുനമ്പം പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ പുതിയ വഖഫ് നിയമത്തിന് ആകില്ലെന്ന് തുറന്നടിച്ച് കോട്ടപ്പുറം രൂപത. സഭയും കോട്ടപ്പുറം രൂപതയും ഇത് പൂർണ്ണമായിട്ടും പരിഹരിച്ചതായിട്ട് കരുതുന്നില്ല. അതാ പറഞ്ഞത്, ഇതൊക്കെ പഠിക്കണമെന്നുള്ള കാര്യം പറഞ്ഞത്. കാരണം പിതാവേ, ഈ വിഷയം, നിങ്ങളുടെ മുനമ്പത്തിന്റെ വിഷയം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പഠിച്ച വ്യക്തി ഞാനാണോ? എന്നാൽ താങ്കൾ ഒരിക്കൽ പോലും എന്നെ ബന്ധപ്പെടുകയോ എന്ത് കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്
ഞാൻ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുന്നതെന്നോ ഒരിക്കൽ പോലും ചോദിക്കുകയുണ്ടായില്ല. അതുപോലെ തന്നെയാണ് അവിടുത്തെ പള്ളി വികാരി. ഞാൻ ഈ വിഷയത്തിൽ ഏർപ്പെട്ടത് ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയോ മതപരമായ ലക്ഷ്യത്തോടെയോ ഒന്നും തന്നെ ആയിരുന്നില്ല. ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ്, കഴിയുമെങ്കിൽ അവിടുത്തെ ജനങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. എന്നാൽ നമുക്കറിയാം, ഞാൻ ഈ വിഷയത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് 1950 ഈ സിദ്ദിഖ് സേട്ടു ഒരു പ്രമാണം എഴുതിയതിന് ശേഷമുള്ള കഥകൾ മാത്രമായിരുന്നു വെളിച്ചത്ത് വന്നിരുന്നത്. ഞാൻ അവരോട് അതിൻ്റെയൊക്കെ മുൻ പ്രമാണം എടുക്കാൻ ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ 2-3 വളരെ പ്രമാദമായ കാര്യങ്ങൾ, അതായത് അക്കാര്യങ്ങൾ ഒരു കോടതിയിൽ രേഖാമൂലം അവതരിപ്പിക്കുകയാണ് എങ്കിൽ അവരെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് തീർച്ചപ്പെടുത്തുന്ന 2-3 രേഖകൾ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും ജസ്റ്റ് 16 ദിവസം മുമ്പേ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വരികയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്യുന്ന പക്ഷം അന്നൊക്കെ ഈ പാട്ടത്തിന് നൽകിയിരുന്ന വസ്തുക്കൾ തിരിച്ച് സർക്കാർ വക വസ്തു ആകും എന്നുള്ള ബോധ്യത്തിന്റെയും പേടിയുടെയും അടിസ്ഥാനത്തിൽ സിദ്ദിഖ് സേട്ടു എന്ന് പറയുന്ന ഒരു ഗജഫ്രോഡ് ഒരു ആധാരം ചമയ്ക്കുകയുണ്ടായി. നമുക്കറിയാം, അന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരു സബ് രജിസ്ട്രാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജാവ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇതുപോലെ അതിസമ്പന്നരായ വ്യക്തികളും. അവരെല്ലാം കൂടി ഒരുമിച്ച് ചേരുകയാണെങ്കിൽ അന്ന് എന്ത് പ്രമാണം, ഏത് രീതിക്കുള്ള പ്രമാണങ്ങളും എഴുതി വെക്കാൻ കഴിയുമായിരുന്നു. കാരണം സാധാരണ ആൾക്കാർ ഇന്നത്തെ പോലെയല്ല, അവരുടെ നിത്യവൃത്തിക്ക് വേണ്ടി കഷ്ടപ്പെടുകയും അന്നോടൊന്നുള്ള വരുമാനം കൊണ്ട് അന്നന്നത്തെ കാര്യങ്ങൾ നോക്കി ജീവിച്ചു വരുന്ന ഒരു കാലഘട്ടം ആയിരുന്നു. മിക്കവാറും ആർക്കും തന്നെ എഴുതാനോ വായിക്കാനോ അറിയില്ലായിരുന്നു. ആകപ്പാടെ എഴുതാൻ അറിയാവുന്ന വ്യക്തി നമ്മുടെ നാട്ടിലൊക്കെ ഈ ആധാരം എഴുത്തുകാർ മാത്രമായിരുന്നു. അതുകൊണ്ട് ആരാണ്, എവിടെയാണ്, എന്താണ് എഴുതുന്നത് എന്നൊന്നും തന്നെ ആർക്കും അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ അറിയാൻ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം വസ്തുക്കൾ ഇഷ്ടം പോലെ കിടക്കുന്ന ഒരു കാലമായിരുന്നു. ആ പ്രമാണം വായിച്ചു നോക്കുന്ന ആർക്കും മനസ്സിലാവും അതൊരു വ്യാജ പ്രമാണം ആണ് എന്ന്. അതിൽ പറയുന്നത് മലബാർ, കൊച്ചി, ട്രാവൻകൂർ എന്നീ സംസ്ഥാനങ്ങളിലെ വസ്തുക്കളാണ് ഭാഗിക്കുന്നത് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ 3 സംസ്ഥാനങ്ങളിലുള്ള വസ്തുക്കൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഒരു സബ് രജിസ്ട്രാർ ഓഫീസിൽ ഈ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക? 1. 2, അതിലൊരാൾ മരിച്ചുപോയ ആളിന്റെ അവകാശങ്ങളാണ് ഭാഗം വയ്ക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു അത്യന്താപേക്ഷിതമായ കക്ഷിയാണ്. അവർ അതിൽ ഇല്ല. അപ്പോൾ ഈ മരിച്ചുപോയ ആളിന്റെ ഏക മകൾ എന്ന് പറയുന്ന 8 വയസ്സുള്ള ആമിന എന്നുള്ള ഒരു പെൺകുട്ടിയെ കൂടി അതിൽ കക്ഷി ചേർത്തിട്ടുണ്ട്. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് കോടതി നിയമിച്ചു. കോടതി നിയമിച്ചത് യഥാർത്ഥത്തിൽ മറ്റൊരു കക്ഷിയാണ്, അതിവിടെ ഞാൻ പറയുന്നില്ല. അപ്പോൾ കോടതി നിയമിച്ചു എന്നുള്ള കള്ള പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഈ സിദ്ദിഖ് സേട്ടു കുട്ടിക്ക് വേണ്ടി ആ പ്രമാണത്തിൽ ഹാജരാകും. മറ്റുള്ള 4 പേർ എന്ന് പറയുന്നത് പെണ്ണുങ്ങളാണ്. ഈ മരിച്ചുപോയ ആളുടെ സഹോദരിമാർ ആണെന്ന് പറയുന്നു. അവരാരും തന്നെ ആ പ്രമാണത്തിൽ ഒപ്പിട്ടിട്ടില്ല. അവർക്ക് വേണ്ടി ഒപ്പിട്ടിരിക്കുന്നത് മറ്റാരൊക്കെയോ ആണ്. ഈ ഒരു സത്യവും ഞാൻ കണ്ടുപിടിച്ചിട്ട് മുനമ്പക്കാരോട് പറഞ്ഞു, നിങ്ങൾ അടിയന്തരമായിട്ട് ഈ പ്രമാണങ്ങളും കൊണ്ട് വഖഫ് ട്രൈബ്യൂണലിൽ പോകണം, ഒരു പുതിയ ഒറിജിനൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ നിങ്ങൾ താമസിച്ചു കഴിഞ്ഞു, അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായ 100% അനുകൂലമായ ഒരു വിധി കിട്ടും. ആ വിധിയെ ഒരിക്കലും ഒരു അപ്പീലിൽ ആർക്കും തന്നെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് ഞാൻ അവരെ അറിയിച്ചു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മൈനർക്ക് കൂടി അവകാശപ്പെട്ട ഒരു വസ്തുവിനെ ഒരിക്കലും ആർക്കും തന്നെ വഖഫാക്കാൻ കഴിയില്ല. ഒരാൾക്ക് പരിപൂർണ ഉടമസ്ഥത ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വസ്തുവിനെ വഖഫാക്കാൻ സാധിക്കൂ. അതിനൊക്കെ ഉപരി ആയിട്ട് 1971 പറവൂർ കോടതി ഒരു വിധി പറയുകയുണ്ടായി. അതിൽ ആ കേസിലെ 1 മുതൽ 14 വരെ പ്രതികൾക്ക്, ഡിഫൻഡൻസിന് കുടികടപ്പ് അവകാശം അനുവദിച്ചുകൊണ്ടാണ് പറവൂർ കോടതി ഉത്തരവ് ഇട്ടത്. അതായത് ഈ സിദ്ദിഖ് സേട്ടു 1950 ഈ പ്രമാണം എഴുതിയ അവസരത്തിൽ അവിടെ കുടികിടപ്പുകാർ ഉണ്ടായിരുന്നു. അവരുടെ സന്തതി പരമ്പരകളൊക്കെയാണ് ഇപ്പോൾ മുനമ്പത്ത് ഉള്ളത്. അപ്പോൾ ഈ കുടികിടപ്പ് അവകാശം ഉള്ള വസ്തുവിനെയും ഒരാൾക്ക് വഖഫ് ചെയ്യാൻ സാധ്യമല്ല. അക്കാര്യവും നിങ്ങൾ കോടതിയെ ബോധിപ്പിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. എങ്കിലും സത്യം പറയട്ടെ, ദുഃഖകരമായ ഒരു സത്യം പറയട്ടെ, അവിടുത്തെ ഭൂസംരക്ഷണ സമിതിയോ അവിടുത്തെ പള്ളി വികാരിയോ അവരുടെ സഭാ മേലധ്യക്ഷന്മാരോ ഒന്നും തന്നെ അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചില്ല. കാരണം അവരൊക്കെ ഈ കോൺഗ്രസിന്റെ കയ്യിലെ കളിപ്പാവകൾ ആയിരുന്നു. മുനമ്പം ചിരുത കടലിൽ മുങ്ങിച്ചത്താലും കുഴപ്പമില്ല, ഞങ്ങളുടെ
രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾ അവിടെ അടിച്ചേൽപ്പിക്കപ്പെടണം എന്നുള്ള നിർബന്ധം ഈ കോട്ടപ്പുറം രൂപതയ്ക്കും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഒരാൾ മുങ്ങിച്ചാവാൻ പോകുന്ന അവസരത്തിൽ ഒരാൾ ഒരു കയറിട്ട് കൊടുത്ത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇല്ല ഞാൻ മുങ്ങിച്ചത്താലും കുഴപ്പമില്ല, ഞാൻ ഈ കയറിൽ പിടിച്ച് രക്ഷപ്പെടില്ല എന്ന് പറയുന്ന ഒരു പ്രതീതിയിലായിരുന്നു മുനമ്പത്ത് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അവിടുത്തെ ഈ ഇന്നസെന്റ് ആയിട്ടുള്ള നിഷ്കളങ്കരായ ജനങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല. അവർ ഈ നേതാക്കന്മാർക്ക് പറയുന്നത് കേട്ട് അതിനെ അനുകൂലിക്കുകയാണ് ഉണ്ടായത്. ഈ വിചിത്രമായ കാഴ്ച ഞാൻ കണ്ടപ്പോൾ, ഇത്രയും നല്ല തെളിവുകൾ കൊടുത്തിട്ടും അവർ അതിനെക്കുറിച്ചിട്ട് പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആണ് ഞാൻ പതിയെ ഈ മുനമ്പത്തിൽ നിന്നും യാത്ര പറഞ്ഞത്. കാരണം അന്ന് ഇതുപോലെ ഒരു വഖഫ് ഭേദഗതി നിയമം വരുമെന്നോ മുനമ്പക്കാർ രക്ഷപ്പെടുമെന്നോ എനിക്ക് യാതൊരു വിധത്തിലുള്ള പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. കാരണം യാതൊരു കാരണവശാലും മുൻകാല പ്രാബല്യത്തോടെ ഇതുവരെ ഒരു നിയമവും നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താണ്, മുൻകാല പ്രാബല്യമുണ്ടോ എന്നാണ്. കാരണം മുൻകാല പ്രാബല്യത്തോടു കൂടി ഒരു നിയമം ആസ് എ ഹോൾ കൊണ്ടുവരാൻ സാധ്യമല്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അറിയാത്തവരാണ് ഈ മുൻകാല പ്രാബല്യം ഇല്ലല്ലോ എന്ന് വിളിച്ച് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ രേഖാമൂലമായ പ്രമാണങ്ങൾ കണ്ടെത്തി കൊടുത്താൽ ഒരുപക്ഷെ ഇവർക്ക് വഖഫ് ട്രൈബ്യൂണലിൽ കേസ് നടത്തി ജയിക്കാൻ സാധിക്കുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ആ പഠനങ്ങളൊക്കെ നടത്തിയത്. നമ്മൾ ഓർമ്മിക്കണം, നേരത്തെ ഉണ്ടായിരുന്ന വഖഫ് ആക്ടിന്റെ വെളിച്ചത്തിൽ ഒരു വസ്തു വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം കൊടുത്തിരിക്കുന്ന, അധികാരം കൊടുത്തിരിക്കുന്നത് വഖഫ് ട്രൈബ്യൂണലിൽ മാത്രമാണ്. എന്നിട്ടും ഈ കക്ഷികൾ ആരും തന്നെ വഖഫ് ട്രൈബ്യൂണലിൽ പോകുമായിരുന്നില്ല. ഈ ഫറൂഖ് കോളേജ് അവിടെ 2 കേസുകൾ ഈ വഖഫ് ബോർഡിന്റെ തീരുമാനത്തിനെതിരെ കൊടുത്തിരുന്നത് കൊണ്ടാണ് ഇതുവരെ വഖഫ് ട്രൈബ്യൂണലിൽ ആ വിഷയം ഒരു അപ്പീലായി പരിഗണിച്ച് വന്നിരുന്നത്. അല്ലാതെ മുനമ്പത്തെ ആൾക്കാർ അവിടെ ചെന്നിട്ട് ഒരു കേസ് കൊടുത്തത് കൊണ്ട് ആയിരുന്നില്ല. ഇതിനകം തന്നെ 10-20 ലക്ഷം രൂപയോളം അവിടുത്തെ ആൾക്കാരിൽ നിന്നും ശേഖരിച്ചിട്ടാണ് ഈ കേസൊക്കെ നടത്തിയത് എന്നാണ് എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. 1-2 റിട്ട് പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത് അതിൽ നിന്നും ഒന്നും കിട്ടിയില്ല, ഒരു ഫലവും കിട്ടിയില്ല. എന്നിട്ടും ഈ 20 ലക്ഷം രൂപയോളം ആരാണ് തിന്നത്, എവിടെയാണ് പോയത് എന്ന് ഉള്ള കാര്യം എന്നെ ആശ്ചര്യപ്പെടുത്തുകയാണ്. കാരണം ഒരു കേസ് നടത്തുമ്പോൾ എത്രയൊക്കെയാണ് ചെലവ് സാധാരണഗതിയിൽ ഉണ്ടാവുക എന്നുള്ള ഒരു ധാരണയൊക്കെ എനിക്കുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട ഈ കോട്ടപ്പുറം പിതാവ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പഠിച്ചിട്ടും അത് മുതലാക്കാനുള്ള ബുദ്ധി പോലും നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. കാരണം നിങ്ങളൊക്കെ ഈ കോൺഗ്രസിന്റെ കയ്യിലെ കളിപ്പാവുകളായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഈ സെക്ഷൻ 2A പ്രകാരം മുനമ്പത്തിന് യാതൊരു വിധത്തിലും ഉള്ള പരിഹാരം ഉണ്ടാകില്ല എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരണം, മുനമ്പങ്കാരെ രക്ഷിച്ചത് ഞങ്ങളാണ് എന്ന് കോൺഗ്രസിനെ കൊണ്ട് പറയാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കണം. മുനമ്പൻ ജനതയുടെ ഗതി ഏത് അധോഗതി ആയാലും ഈ കോൺഗ്രസ്സുകാർക്കോ മുസ്ലിം ലീഗിനോ അവരുടെ തന്നെ സമുദായത്തിലെ മേലധ്യക്ഷന്മാർക്കോ ഒന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അവർ എന്നോട് പറയാതെ പറഞ്ഞത്, താൻ പോയി തന്റെ കാര്യം നോക്കൂ, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് അറിയാം. എന്നിട്ടും കഴിഞ്ഞ ദിവസം ഷെയ്ഖിന ന്യൂസ് അവരുടെ ഒരു പ്രോഗ്രാമിൽ പറയുകയുണ്ടായി, അവർക്ക് നിയമോപദേശം കൊടുക്കുന്നത് ഞാനാണെന്ന്. ഞാനോട് തന്നെ അവരെ വിളിച്ചു, അവരോട് പറഞ്ഞു, ഞാനല്ല അവർക്ക് നിയമോപദേശം കൊടുക്കുന്നത്, അവർക്ക് നിയമോപദേശം മറ്റ് പലർക്കൊന്നും കിട്ടുന്നുണ്ട്. അതിനാൽ ദയവായി ഭാവിയിൽ എൻ്റെ പേര് ആ ഒരു തരത്തിൽ കോട്ട് ചെയ്യരുത് എന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. ഇനി നമുക്ക് ഈ മുൻപം വിഷയത്തിന്റെ ആദ്യകാലം മുതൽ ഏതു നേരവും കള്ളം മാത്രം പറയുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ഈ വഖഫ് ആക്ടും മുനമ്പത്തെ വിഷയവും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല, ഞങ്ങൾ അധികാരത്തിൽ വരികയാണ്, 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നമൊക്കെ പരിഹരിക്കും എന്നുള്ള ഒരു വ്യാജ പ്രചാരണമാണ് അദ്ദേഹം നടത്തിയത്. ബഹുമാനപ്പെട്ട VD സതീശ, ഈ വസ്തു ഏറ്റെടുത്തിരിക്കുന്നത് വഖഫ് ആക്ടിന്റെ സെക്ഷൻ 40 പ്രകാരമാണ്. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക ഈ വഖഫ് ആക്ടും മുനമ്പവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന്? അഥവാ ഇനി ഈ പുതിയ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ മുനമ്പം വിഷയം പരിഹരിക്കപ്പെടുമ്പോഴും താങ്കൾ ഇതേ പല്ലവി ആവർത്തിക്കുമോ? അതായത് വഖഫ് ആക്ടും മുനമ്പവുമായി ബന്ധമേയില്ല എന്ന്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കാണാം. വഖഫ് ട്രൈബ്യൂണലിൽ കേസടക്കാം. വഖഫ് ട്രൈബ്യൂണലിൽ ഭൂമി കൊടുത്ത സേട്ടിൻ്റെ കുടുംബം പറയുന്നു ഇത് വഖഫ് ഭൂമിയല്ല. ഭൂമി സ്വീകരിച്ച ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് പറയുന്നു ഇത് വഖഫ് ഭൂമിയല്ല. ഞാൻ ആദ്യം മുതലേ എടുത്തിരുന്ന സ്റ്റാൻഡാണ്, ഇത് വഖഫ് ഭൂമിയല്ല. കാരണം വഖഫ് ഭൂമി ആണെങ്കിൽ
ഇവർ എൻക്രോച്ചേഴ്സാണ്, കടന്നുകയറ്റക്കാരാണ്. അവർക്ക് ഒരിക്കലും നമുക്ക് അവിടെ പെർമനന്റ് ടൈറ്റിൽ കൊടുക്കാൻ പറ്റില്ല. ഈ രേഖകൾ പരിശോധിച്ചാൽ ഇത് വഖഫ് ഭൂമി അല്ല എന്ന് വളരെ വ്യക്തമാണ്. പക്ഷെ ഗവൺമെൻറ് എന്താ ചെയ്തത്? ട്രൈബ്യൂണലിൻ്റെ അടുത്ത് നിന്ന് ഒരു അനുകൂലമായ തീരുമാനം, മുനമ്പം നിവാസികൾക്ക് അനുകൂലമായ തീരുമാനം വരുമെന്ന് കണ്ടപ്പോൾ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം വഖഫ് ബോർഡ് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ചു. മെയ് 29 വരെ സ്റ്റേ വാങ്ങിച്ചേക്കുക. മെയ് 19 വരെയാണ് ഈ വഖഫ് ട്രൈബ്യൂണലിൻ്റെ കാലാവധി. അപ്പോൾ സർക്കാർ എന്താ, വഖഫ് മന്ത്രിക്ക് അതിൽ പങ്കുണ്ട്, വഖഫ് മന്ത്രിക്ക് എന്നിട്ട് അതിൽ പങ്കുണ്ട്. എന്നിട്ട് 19 ഇവരുടെ കാലാവധി തീരും. അപ്പോൾ ഈ വഖഫ് ട്രൈബ്യൂണലിനെ കൊണ്ട് വിധി പറയിപ്പിക്കരുത്. ഇനി വരാൻ പോകുന്ന വഖഫ് ട്രൈബ്യൂണലിൻ്റെ ഘടന പാർലമെന്റ് പാസാക്കിയ വഖഫ് നിയമം അനുസരിച്ചിട്ടാണ്. എന്റെ പൊന്നു സതീശ, താങ്കൾ ഒരു വക്കീലാണെന്നല്ലോ പറയുന്നത്. 1950 സിദ്ദീഖ് ചൗട്ട് ഒരു പ്രമാണം എഴുതിയത്. അതൊരു ഇഷ്ടദാനമാണോ വഖഫ് പ്രമാണമാണോ എന്നുള്ള തർക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 10-75 വർഷം മുമ്പ് നടന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഇന്നുള്ള ആൾക്കാർ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും വിലയുണ്ടോ? ഒരു കോടതി അതൊരു സാക്ഷിമൊഴിയായി പോലും സ്വീകരിക്കില്ലല്ലോ. കൂടാതെ ഫറൂഖ് കോളേജ് പറയുന്നു ഇതൊരു വഖഫല്ല. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ പറയുള്ളൂ, അവരാണല്ലോ ആ കേസിലെ വാദികൾ. അപ്പോൾ തീർച്ചയായിട്ടും അവർ അങ്ങനെയേ പറയൂ. പിന്നെ താങ്കൾ പറയുന്നു ഇതൊരു വഖഫല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇത് വഖഫാണെന്നും വഖഫല്ല എന്നും ഒക്കെ സൗകര്യം പോലെ താങ്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ കേസിൽ ഒരു കക്ഷി ബോധമല്ലാത്ത താങ്കളുടെ ഈ വാക്കുകൾക്ക് ആരാണ് വില കൊടുക്കുക? ആ വഖഫ് ബോർഡാണ് കോടതി പോയിട്ട് ഈ വഖഫ് ട്രൈബ്യൂണലിന്റെ സ്റ്റേ, ഇല്ലെങ്കിൽ വഖഫ് ട്രൈബ്യൂണലിൽ നിന്ന് നല്ല വിധി ഉണ്ടാകുമായിരുന്നു. അതാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്, മുനമ്പം നിവാസികൾ. അതാണ് ചക്കാലക്കൽ പിതാവ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. ഞങ്ങൾ പണ്ട് പറഞ്ഞിട്ടില്ല 10 മിനിറ്റ് മതി. 10 മിനിറ്റ് എന്താ, 10 മിനിറ്റ് എന്താണെന്ന് എല്ലാവരും ചോദിച്ചു. അത് ഇവർ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നു വഖഫ് ട്രൈബ്യൂണൽ ഒരു വിധി പറയും എന്ന് തീർച്ചയായപ്പോൾ സംസ്ഥാന സർക്കാർ വഖഫ് ബോർഡിനെ കൊണ്ട് ഹൈക്കോടതിയിൽ പോയി ഒരു കേസ് കൊടുപ്പിച്ച് ഇതൊക്കെ സ്റ്റേ ചെയ്യിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാര്യം നാം ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്നും നമുക്ക് തീർച്ചയായിട്ടും വ്യക്തമാകുന്ന ഒരു കാര്യം, വഖഫ് ട്രൈബ്യൂണലിലെ നടപടിക്രമങ്ങളിൽ ഇടപെടാൻ കോൺഗ്രസ് ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വിധി വരും എന്നോ അല്ലെങ്കിൽ അതൊരു നല്ല വിധി ആയിരിക്കും എന്നോ ഇദ്ദേഹത്തിന് പറയാൻ സാധിക്കുക? നിങ്ങളറിയണം, ഈ ഫറൂഖ് കോളേജ് വഖഫ് ബോർഡിനെതിരെ 2 കേസുകളായിരുന്നു ഈ വഖഫ് ട്രൈബ്യൂണലിൽ നൽകിയിരുന്നത്. ഒന്ന്, ഈ വസ്തുവിനെ വഖഫായി പ്രഖ്യാപിച്ചത്. 2, ആ വസ്തുവിനെ വഖഫ് ബോർഡിന്റെ ആസ്തി രജിസ്റ്ററിൽ ചേർത്തത്. ഈ 2 കാര്യങ്ങളെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഈ ഫറൂഖ് കോളേജ് അവിടെ കേസ് നടത്തിയത്. എന്നാൽ അവർക്ക് വേണ്ടി ഹാജരായ ബഹുമിടുക്കനായ ജോർജ് പൂന്തോട്ടം ചെയ്തിട്ട് എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾക്കറിയാം. അതിലെ ഒരു കേസിൽ മാത്രം കക്ഷി ചേർന്നു. ഞാൻ മനസ്സിലാക്കണം, ഞാൻ കണ്ടെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ കേസും പുതിയ പ്രീഡിങ്സും നടത്തുകയല്ല പൂന്തോട്ടം ചെയ്തത്. പൂന്തോട്ടം ഫറൂഖ് കോളേജ് കൊടുത്ത കേസിൽ 2 1 മാത്രം കക്ഷി ചെയ്തു. മറ്റേ കേസ് ഉള്ള കാര്യം പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് സതീശ താങ്കൾ പറയുക നല്ല ഒരു വിധി വരും ആയിരുന്നുവെന്ന്? അഥവാ നമുക്ക് ഈ സതീശൻ പറഞ്ഞത് ശരിയാണെന്ന് വിചാരിക്കാം. ഒരു നല്ല വിധി വന്നു, എന്താണ് ഇത് വഖഫല്ല. ഉടനെ വഖഫ് ബോർഡ് അപ്പീൽ പോകും. സതീശ അപ്പീൽ പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് അനന്തകാലം 10 കൊല്ലത്തോളം അവിടെ കിടക്കും ഹൈക്കോടതിയിൽ. അപ്പോൾ എന്താണ്, ഈ മുനമ്പത്തെ ജനതയ്ക്ക് റവന്യൂ അവകാശം തിരിച്ചു കിട്ടും എന്ന് വക്കീലായ താങ്കൾക്ക് പറയാൻ സാധിക്കും. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. ആ കേസ് 10ഓളം വർഷം അവിടെ കിടക്കും. പിന്നെ അഥവാ നാം തീരുമാനിക്കുന്നു അവിടെ നിങ്ങൾ ഇന്റർഫിയറൻസ് നടത്തിയിട്ട് ഇതൊരു വഖഫാണ് തന്നെ പ്രഖ്യാപിച്ചു എന്ന് വയ്ക്കുക. അതിനുശേഷം വഖഫ് ബോർഡ് നേരെ പോകുന്ന എവിടെയാണ്? സുപ്രീം കോടതിയിലേക്കാണ്. ഈ പാവം ജനത 10-30 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പോകണം സുപ്രീം കോടതിയിൽ. അവിടെയും കിടക്കും 10-30 വർഷം. അതിനുശേഷം ഒരു വിധി വരുന്നു, ഇതൊരു വഖഫാണ്. എങ്കിൽ താങ്കൾ എന്തു ചെയ്യും? മുനമ്പത്തെ ജനങ്ങൾക്ക് കടലിൽ ചാടി ആത്മഹത്യ അല്ലാതെ പിന്നെ എന്താണ് ചെയ്യാൻ സാധിക്കുക? എന്റെ പൊന്നു സതീശ, ഒന്നാ ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശക്തമായ രേഖകൾ വച്ചിട്ട് ഒരു പുതിയ കേസ് ഫ്രെയിം ചെയ്ത് പുതിയ പ്രീഡിങ്സും അതിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത് ഒരു കേസ് നടത്തി അല്പം താമസിച്ചാൽ പോലും ഒരു വിധി കിട്ടിയിരുന്നു എങ്കിൽ ആ വിധി ഇനി ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒക്കെ പോയാലും എന്നും പിടിച്ചു നിൽക്കാനുള്ള കഴിവ് ആ വിധിക്ക് ഉണ്ടാകുമായിരുന്നു. അല്ലാതെ ഈ ഫറൂഖ് കോളേജ് കൊടുത്ത 2 കേസുകളിൽ ഒന്നിൽ പോയി കക്ഷിയും ചേർന്നിട്ട് ഈ ജോർജ് പൂന്തോട്ടം അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് താങ്കൾക്ക് എങ്ങനെ അറിയാം? പിന്നെ അദ്ദേഹം പറയുന്നത് ഇപ്പോഴുള്ള വഖഫ് ട്രൈബ്യൂണലിന്റെ ഘടന ആയിരിക്കില്ല പുതിയ ഭേദഗതി മൂലം വരുന്ന വഖഫ് ട്രൈബ്യൂണലിന്റെ ഘടന എന്നാണ്.
എന്റെ പൊന്നു സതീശ, താങ്കൾ അതൊക്കെ ഒന്ന് വായിക്കണ്ടേ? ഈ വഖഫ് ട്രൈബ്യൂണലിനെ സംബന്ധിച്ച് യാതൊരു വിധത്തിലും ഉള്ള ചേഞ്ചസ് വരുന്നില്ല. ഇതുപോലെ ഉള്ള തന്നെ ഒരു വഖഫ് ട്രൈബ്യൂണൽ ആയിരിക്കും ഭാവിയിലും കോഴിക്കോട്ട് ഉണ്ടാവുക എന്ന് ഞാൻ താങ്കളോട് വിനീതമായി അറിയിക്കുകയാണ്. 10 മിനിറ്റിനകം ഞങ്ങൾ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. ഇപ്പോഴല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും അധികാരത്തിൽ വരുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കും. എന്റെ പൊന്നു സതീശ, ഈ 10 മിനിറ്റ് പ്രയോഗം അല്ലെങ്കിൽ അത്ഭുതം സൃഷ്ടിക്കാനുള്ള ഒരു വകുപ്പും വഖഫ് ആക്ടിൽ പഴയതിലുമില്ല, പുതിയതിലും ഇല്ല. രണ്ടാമതായി, ഇങ്ങനെയാണ് നിങ്ങളുടെ പോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ഒരിക്കലും ഇനി കേരളത്തിൽ തിരിച്ചു വരാൻ പോകുന്നില്ല. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പറ്റിയ പേരെന്ന് പറയുന്നത് മുസ്ലിം ലീഗ് 2 എന്നോ കോൺഗ്രസ് ആലിയാസ് മുസ്ലിം ലീഗ് എന്നോ എന്നൊക്കെ വിളിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു മതത്തിനെ മാത്രം പ്രീണിപ്പിക്കുന്ന നിങ്ങളുടെ ഈ ഗതികെട്ട നിലപാടിനെതിരെ ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു കാര്യം മിക്കവാറും ഒരു വിദൂര സ്വപ്നമായി തുടരാനാണ് സാധ്യത. അടുത്ത ഇലക്ഷനിലും മിക്കവാറും LDF തന്നെയായിരിക്കും അധികാരത്തിൽ വരിക. നിങ്ങളെക്കാളും ഭേദം ഈ LDF ആണെന്നാണ് എന്നെ പോലെയുള്ള ഈ രാഷ്ട്രീയം ഇല്ലാത്ത ആൾക്കാർക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഇത്തരം നിലപാടുകൾ തികച്ചും തെറ്റാണ്. അതിന് ജനങ്ങൾ ചുട്ട മറുപടി അടുത്ത ഇലക്ഷനിൽ തന്നിരിക്കും എന്ന് ഞാൻ ഇപ്പോഴേ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ ഇതിലൊന്നും കുറ്റം പറയില്ല. കാരണം അദ്ദേഹം ഉള്ള കാര്യം ഉള്ളതുപോലെ സത്യമായി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ നിയമ ഭേദഗതി ഒന്നും ഞങ്ങൾ വായിച്ചു നോക്കിയിട്ടില്ല, പഠിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ തീരുമാനമൊക്കെ നേരത്തെ എഴുതിയിട്ടുള്ളതാണ്. അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ അവർക്ക് റവന്യൂ അവകാശം കൊടുക്കാൻ പോകുന്നില്ല. അതിനാൽ ഞങ്ങൾ ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ഈ കമ്മീഷന് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള യാതൊരു അവകാശമോ അധികാരമോ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇതൊരു കമ്മിറ്റി മാത്രമാണ്. സർക്കാരിന് കുറച്ച് റെക്കമെൻഡേഷൻ എഴുതി കൊടുക്കാം. നേരത്തെ ഈ കമ്മീഷനെ സിംഗിൾ ബെഞ്ച് പിരിച്ചുവിട്ടിരുന്നു. തുടർന്ന് അവർ ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. ഹൈക്കോടതി പറഞ്ഞു, ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും, പക്ഷേ ഇത് സ്വീകരിക്കാനോ അതിലൊരു നടപടി എടുക്കാനോ ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ശ്രമിക്കരുത്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഭാവിയിൽ ഈ സർക്കാർ അഥവാ ഈ റിപ്പോർട്ട് സ്വീകരിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, കോടതി അനുവദിച്ചു, സ്വീകരിച്ചു. വഖഫ് ആക്ടിന്റെ ഏത് സെക്ഷൻ പ്രകാരമാണ് ആ നിർദ്ദേശങ്ങൾ നിങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത്? നിങ്ങൾ അനങ്ങിക്കഴിഞ്ഞാൽ ആ നിമിഷം ഈ വഖഫ് സംരക്ഷണ വേദിയും മറ്റും കോടതിയിൽ കഴിഞ്ഞ കമ്മീഷനെ ചോദ്യം ചെയ്തതുപോലെ അത് ചോദ്യം ചെയ്യും. നിങ്ങൾക്ക് ഈ വഖഫ് ആക്ടിലെ ഒരു സെക്ഷൻ പ്രകാരവും ഈ വഖഫ് വിഷയത്തിൽ ഇടപെടാൻ സാധിക്കില്ല എന്നുള്ളതാണ് പരമമായ സത്യം. അപ്പോൾ നാം മനസ്സിലാക്കണം, മുൻപത്തെ ഭൂസംരക്ഷണ സമിതി കൺവീനർ മുതൽ അവിടുത്തെ പാതിരി, അവരുടെ ഈ ഉയർന്ന ബിഷപ്പുമാർ, രാഷ്ട്രീയ പ്രമുഖർ, VD സതീശൻ, മുഖ്യമന്ത്രി എല്ലാവരും പറയുന്നത് ഈ 2A പ്രകാരം ഒരു പരിഹാരവും ഇല്ല എന്നാണ്. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ബഹുമാനപ്പെട്ട റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ഈ വിഷയം 2A പഠിച്ചതിന് ശേഷം ഒരു അഭിപ്രായം എഴുതി തരികയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 2A പ്രകാരം മുൻപത്തെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളത് 100% എന്ന് അദ്ദേഹവും പറയുന്നു. ഞാൻ മാത്രമല്ല, അദ്ദേഹവും പറയുന്നുണ്ട്. ഇനി നമുക്ക് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുൻപത്ത് എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. When we were drafting the bill, the issues of Munambam was in our mind. Let me assure you once again, my brothers and sisters of Munambam, you are living in our heart, and we will not take rest until you get back your land. അദ്ദേഹം പറഞ്ഞത്, പുതിയ നിയമം ഡ്രാഫ്റ്റ് ചെയ്യുന്ന വേളയിൽ മുൻപത്തെ പ്രശ്നം അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. മുൻപത്തെ ജനത ജീവിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒക്കെ ഹൃദയത്തിലാണ്. മുൻപങ്കാരുടെ പ്രശ്നം പരിഹരിക്കുന്നത് വരെ അവർക്ക് വിശ്രമമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. The act is passed. After some time, we will frame the rules. The drafting of the rules have started. Once the legislative process, the drafting of rules for the Waqf Act is complete, we will issue direction to the Kerala state government and the state boards to take necessary steps to protect the interest of Munambam people. State government must give all supporting assistance, all necessary documents to ensure that the innocent farmers, the 600 families here who are fishermen, innocent people, they must get their land rights back
So we will issue necessary instructions and direction to the state government of Kerala so that people of Mundambam can have their ancestral old land back to your own management, your own authority. അദ്ദേഹം പറഞ്ഞത് നിയമം പാസ്സാക്കി കഴിഞ്ഞു, പക്ഷെ അത് നടപ്പിൽ വരുത്താൻ വേണ്ട റൂൾസ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ആ റൂൾസ് കൂടി ഫൈനലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ സംസ്ഥാന സർക്കാരിനും സംസ്ഥാന വഖഫ് ബോർഡിനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകും. അതിലൂടെ എന്നേക്കുമായി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, നിങ്ങളുടെ വസ്തുക്കൾ തിരിച്ചു ലഭിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സഹപ്രവർത്തകരുമായി ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. പക്ഷേ അത് ഇത്ര ദിവസത്തിനകം നടക്കും എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ്, അതുപോലെ തന്നെയാണ് ഈ കോടതികളും. അപ്പോൾ കോടതിയുടെ മുന്നിലുള്ള ഒരു വിഷയം, അതിലേക്ക് എനിക്ക് കടന്നു കയറാൻ സാധിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ദിവസത്തിനകം ഇത് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് എനിക്ക് പറയാമായിരുന്നു. ഇപ്പോൾ എനിക്കതിന് പരിമിതി ഉണ്ട്, അതിനാണ് നിങ്ങൾ കാത്തിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നാം ഓർമ്മിക്കണം, മുനമ്പത്ത് ഇപ്പോൾ 2 കേസുകളുണ്ട്. ഒന്ന് വഖഫ് ട്രൈബ്യൂണലാണ്, ഒന്ന് ഹൈക്കോടതിയിലാണ്. ഹൈക്കോടതിയിൽ നിസ്സാരമായ ഒരു കേസാണ്. ഇവരൊരു കേസ് കൊടുത്തിരിക്കും, ഞങ്ങൾക്ക് കരമടയ്ക്കാനുള്ള പെർമിഷൻ തരണം. അഥവാ ഇനി ഹൈക്കോടതി അങ്ങനെ ഒരു പെർമിഷൻ കൊടുത്താൽ പോലും കാര്യമില്ല, വസ്തു അവരുടേത് ആകുന്നില്ല. അപ്പോൾ അതിനെതിരെ ഈ സുപ്രീം കോടതിയിൽ വഖഫ് സംരക്ഷണ വേദി കേസുമായി പോയി കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആണോ അതിന് ഉത്തരവാദി? ഈ കേസ് കൊടുത്ത മുൻപത്തെ ആൾക്കാരല്ലേ? അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എന്തെങ്കിലും കാരണവശാൽ ഇപ്പോഴുള്ള കേസുകൾ അത് സുപ്രീം കോടതി വരെയൊക്കെ പോകേണ്ടി വരികയാണെങ്കിൽ അതിനുള്ള കാലതാമസം ഉണ്ടാകും. അത് അദ്ദേഹം പറഞ്ഞത് സത്യമല്ലേ? നിങ്ങളല്ലേ കേസ് കൊടുത്തിരിക്കുന്നത് മുനമ്പക്കാരെ? അത് അവസാനം നിങ്ങൾ സുപ്രീം കോടതി വരെ വലിച്ചു നീട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് അവിടെ പോയിട്ട് കേസ് വാദിക്കാൻ പറ്റുമോ? ഇല്ല. അതിനാൽ നിങ്ങൾ ഇനി അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ഇത്തരത്തിൽ ഉള്ള ഉപയോഗശൂന്യമായ കേസുകൾ ഹൈക്കോടതിയിലും മറ്റും കൊടുത്തിരിക്കുന്നത് നിർവീര്യമാക്കണം. നിങ്ങളതൊക്കെ പിൻവലിക്കണം. കാരണം ഏതെങ്കിലും കോടതികളിൽ കേസുകൾ നിലവിൽ ഉള്ള പക്ഷം ഭാവിയിൽ നിങ്ങൾക്ക് ഒരു പരിഹാരം തരാൻ ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഉള്ള ആൾക്കാർക്ക് സാധ്യമല്ലാതായി വരും എന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പോഴേ ഓർമ്മിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതിനപ്പുറം നല്ല രീതിയിൽ നല്ല വാക്കുകളിൽ എങ്ങനെയാണ് കിരൺ റിജിജു സംസാരിക്കേണ്ടിയിരുന്നത്? എന്നാൽ അദ്ദേഹം പോയി കഴിഞ്ഞ ഉടൻ ഇവിടെ നടന്ന കോലാഹലങ്ങൾ നാം കേട്ടു. ഇപ്പോൾ കാറ്റ് നേരെ തിരിച്ച് അടിക്കുകയാണ്. കിരൺ റിജിജു അടിച്ച പന്ത് കറങ്ങി തുടങ്ങി എന്നുള്ളതാണ് സത്യം. നാം മനസ്സിലാക്കണം, പാർലമെന്റ് നിയമം പാസാക്കി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് നടപ്പിൽ വരുത്തണമെങ്കിൽ അതിനു വേണ്ട റൂൾസ്, ചട്ടങ്ങൾ തയ്യാറാക്കണം. നേരത്തെ ഇത് ചെയ്തുകൊണ്ടിരുന്നത് സംസ്ഥാന സർക്കാരുകൾ ആയിരുന്നു. അതാത് സംസ്ഥാന സർക്കാരുകൾ ചാപ്റ്റർ 3 മാത്രമായിരുന്നു സെൻട്രൽ ഗവൺമെന്റ് നിയമം ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ കൊണ്ടുവന്ന പുതിയ നിയമത്തിന്റെ പേര് തന്നെ തുടങ്ങുന്നത് യൂണിഫൈഡ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് എല്ലാം ഏകീകരിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനു വേണ്ട റൂൾസ് ഉണ്ടാക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു കുറച്ച് സമയം വേണം. അത് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതും വീണ്ടും പാർലമെന്റിന്റെ ഇരുസഭകളിലും വെച്ചിട്ട് പാസ്സാക്കി എടുക്കണം. നിങ്ങളുടെ MP ഹൈബി ഈഡനും ഈ VD സതീശന്റെ MP-മാരും CPM MP-മാരും ഒക്കെ അതിനെ വീണ്ടും അവിടെ എതിർക്കും. എങ്കിലും അത് പാസ്സാകും. അപ്പൊ അത്ര സമയമെങ്കിലും നിങ്ങൾ കിരൺ റിജിജുവിന് കൊടുക്കണം. അപ്പോ പിന്നെ വരാൻ പോകുന്ന ഒരു പ്രശ്നം, അതിൽ ആരാണ് നിങ്ങൾക്ക് പരിഹാരം തരേണ്ടത് എന്നുള്ളതായിരിക്കും. അത് വന്നിട്ട് കളക്ടർക്കായിരിക്കാനാണ് എല്ലാ സാധ്യതയും ഉള്ളത്. കാരണം അദ്ദേഹമാണ് ഒരു ജില്ലയിലെ റവന്യൂവിന്റെ അതോറിറ്റി. അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇതിൽ ഇനി യാതൊരു റോളുമില്ല. അത് ചെയ്യേണ്ടത് കളക്ടർ ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ കേസുകൾ ഇപ്പോൾ ഹൈക്കോടതിയിലും ട്രൈബ്യൂണലിലും ഉണ്ട്. അതുകൊണ്ട് കളക്ടർക്ക് പറയാൻ സാധിക്കും, ഈ വിഷയം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ ആയതിനാൽ എനിക്ക് നിങ്ങൾക്ക് പരിഹാരം തരാൻ സാധിക്കില്ല എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യമായിട്ട് ഈ ഹൈക്കോടതിയൊക്കെ ഒന്ന് പൂർത്തിയാക്കുക. നിങ്ങളുടെ പേരിൽ അവിടെ കേസൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെടുക. കാരണം നിങ്ങളിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നതാണ് കരം തീർക്കാനുള്ള അവകാശം മാത്രമാണ്, ഉടമസ്ഥാവകാശമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഉടമസ്ഥാവകാശം കിട്ടണം എന്നുണ്ടെങ്കിൽ അത്തരം കേസുകളെ നിങ്ങൾ തൂത്ത് വൃത്തിയാക്കണം. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കണം. എന്നിട്ട് പറയണം, സാർ, പുതിയ നിയമപ്രകാരം ഈ വഖഫ് ആക്ടും മുനമ്പുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. ഇനി എന്തെങ്കിലും അഥവാ ആർക്കെങ്കിലും പരാതി ഉള്ള പക്ഷം ഫറൂഖ് കോടതിയെ അവർക്ക് സിവിൽ കോടതിയാണ് സമീപിക്കേണ്ടത്. വഖഫ് ട്രൈബ്യൂണലിന് ഞങ്ങളുടെ കേസ് ഇനി
ട്രയൽ ചെയ്യാനുള്ള അധികാരം ഇല്ല. അതിനാൽ ഈ കേസ് അവസാനിപ്പിക്കണം എന്ന് പറയുമ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ട്രൈബ്യൂണൽ ജഡ്ജി ഒരു വിധി തരും. അഥവാ അദ്ദേഹം തന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ പോകാം. ഹൈക്കോടതി അത് പറയും. അതുകൊണ്ട് നിങ്ങൾ നേരെ ജാഥയായിട്ട് എറണാകുളം ജില്ലാ കളക്ടറിലേക്ക് പോവുക. കളക്ടറോട് പറയുക, സാർ ഇതൊക്കെയാണ് കാര്യങ്ങൾ, ഇതൊരു ദുസ്വപ്നമായിരുന്നു, അതൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ ഫ്രീ ആയി കഴിഞ്ഞു, ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു തരാൻ നിങ്ങൾ ആവശ്യപ്പെടണം. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ആരുടെയും ഉത്തരവിന്റെ ആവശ്യമില്ലാതെ തന്നെ നിങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു തരാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിലുള്ള നിങ്ങൾ പാലിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ നടപടിയെടുക്കേണ്ട കാര്യങ്ങൾ. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിലുള്ള റൂൾസ് വളരെ പെട്ടെന്ന് തന്നെ ഫ്രെയിം ചെയ്യപ്പെടും. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമവും നമ്മുടെ ഷോൺ ജോർജ് നടത്തുന്നതായി എനിക്ക് വ്യക്തമായ വിവരം ഉള്ളതാണ്. അതുകൊണ്ട് അതുവരെ നിങ്ങൾ കാത്തിരിക്കണം. ഉടൻ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുന്നതാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്കു തരുന്നു, ഉറപ്പ് തരുന്നു. ഇനി എനിക്ക് പറയേണ്ടത് ഈ കിരൺ റിജിജു ഒന്ന് ഗോൾ അടിച്ചില്ല എന്ന് പറയുന്ന മാന്യന്മാരോടാണ്. നിങ്ങൾ കണ്ണ് തുറന്ന് രാഷ്ട്രീയ തിമരമില്ലാത്ത കണ്ണോടുകൂടി നോക്കുകയാണെങ്കിൽ മുൻപത്തെ ഗോൾ പോസ്റ്റിൽ അവരുടെ പ്രതീക്ഷകൾ ഒരു ഗോളായി ഗോൾ പോസ്റ്റിന് അകത്ത് തന്നെ അടിച്ചു കയറ്റിയിട്ടാണ് കേന്ദ്രമന്ത്രി റിജിജു പോയിരിക്കുന്നത് എന്നുള്ള സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ കഴിയും. എന്റെ പൊന്നു മാപ്പിളകളെ, നിങ്ങൾ ഈ അടിമപ്പടി വീണ്ടും തുടരുക. എന്തൊക്കെ ആയാലും മുൻപത്തെ ജനത രക്ഷപ്പെട്ടു കഴിഞ്ഞു. റിജിജു ബോൾ അടിച്ചു കഴിഞ്ഞു. BJP കപ്പ് എടുത്തു കഴിഞ്ഞു. അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് ആർക്കും തന്നെ ഒരിക്കലും ലഭിക്കാൻ പോകുന്നില്ല എന്ന് ഒരു BJP-കാരൻ അല്ലാത്ത ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ, കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അത് ലൈക്ക് ചെയ്യണം എന്ന് ഒന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം വിട പറയുന്നു. നന്ദി, നമസ്കാരം.